അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാത്രിയെ ഹയാത്താക്കിയ മഹാന്മാരുടെ മഹദികളൊക്കെ ചരിത്രം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറില്ലേ? രാത്രി പൂർണ്ണമായിട്ടും ഇബാദത്ത് ചെയ്ത് നിസ്കരിക്കുന്ന, എന്നാൽ അങ്ങനെ ഒരു പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു മഹത്വമുള്ള ഒരു അമലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയും നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹ. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പൂർണ്ണമായിട്ടും നിസ്കരിച്ചവനെ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ചെറിയൊരു ശ്രദ്ധ ഒന്ന് മനസ്സ് വെച്ചാൽ ഇശാവും ജമാഅത്തും മുടങ്ങാതെ നമുക്ക് ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പൂർണ്ണമായിട്ട് നിസ്കരിച്ച പ്രതിഫലമാണ് ലഭിക്കുന്നത്. മഹാന്മാരും മഹദികളും അവരുടെ കാല് വേദനിച്ച് നീര് വന്ന് ശരീരം ശുഷ്കിച്ച് ഉറക്കം വെച്ച് പ്രയാസപ്പെട്ട് നേടിയ ആ രാത്രിയിലെ നിസ്കാരത്തിന്റെ മഹത്വം നമുക്കും കിട്ടാനുള്ള അവസരമാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്നത് മുതൽ ഒരു ഇശാഇന്റെയും ഒരു സുബ്ഹിന്റെയും ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് നാം ഉറപ്പിക്കുക. ഒരു ജമാഅത്ത് നടത്താൻ ഒരുപാട് ആളുകൾ ആവശ്യമില്ലല്ലോ. വീട്ടിൽ നിസ്കരിക്കുന്നവരാണെങ്കിലും പള്ളിയിൽ നിസ്കരിക്കുന്നവരാണെങ്കിലും രണ്ടുപേരുണ്ടെങ്കിൽ ജമാഅത്ത് നടത്താവുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള ഉമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും ഒക്കെ വീട്ടിൽ ആരാണോ ഉള്ളത് അവരെ കൂട്ടിക്കൊണ്ട് ഇശാഇന്റെ ജമാഅത്തും സുബ്ഹിന്റെ ജമാഅത്തും എല്ലാ ജമാഅത്തും വളരെയധികം ശക്തമായ സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഇത്രയധികം മഹത്വമുള്ള രണ്ട് ജമാഅത്തുകൾ വേറെ ഇല്ല എന്ന് നാം മനസ്സിലാക്കുക. മുനാഫിഖീങ്ങൾക്ക് വളരെയധികം പ്രയാസമുള്ള ഭാരമുള്ള രണ്ട് നിസ്കാരം അത് ഇശാം സുബ്ഹിയുമാണെന്നും മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു അലംഭാവവും ഒരു മടിയും കാണിക്കാതെ കൃത്യമായി നിസ്കരിക്കുന്നവരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരാളം നന്മകൾ പഠിച്ച ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.